2018 ഇറങ്ങിയ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയാണ് വൈൽഡ് വൈൽഡ് കൺട്രി. ഔട്ട്സ്റ്റാൻഡിംഗ് ഡോക്യുമെൻ്ററിക്കുള്ള എമ്മി അവാർഡ് ലഭിച്ച ഡോക്യുമെൻ്ററിയാണിത്. 1981-85 കാലഘട്ടങ്ങളിൽ അമേരിക്കയിലുള്ള ഓഷോയുടെ ജീവിതമാണ് ഈ ഡോക്യുമെൻ്ററി പറയുന്നത്. ഓഷോയുടെ അഡ്വക്കേറ്റ് സ്വാമി പ്രേം നരേൻ, പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന മാ ആനന്ദ് ഷീല, ഷീലയുടെ സഹായിയും ഓഷോയുടെ ഫോളോവറുമായിരുന്ന മാ ശാന്തി ബി എന്നിവരുടെ വ്യൂ പോയിന്റിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രമോഹൻ ജെയിൻ എന്ന ഓഷോ ജനിച്ചത് 1931 മധ്യപ്രദേശിലാണ്. 1953 അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു എന്ന് അവകാശപ്പെട്ടു. 1957 ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ചന്ദ്രമോഹൻ ജെയിൻ പ്രൊഫസറായും പ്രാസംഗികനായും 1966 വരെ പ്രവർത്തിച്ചു. 1971 മുതൽ അദ്ദേഹം ഭഗവാൻ ശ്രീ രജനീഷ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആശ്രമം പൂനെ ആയിരുന്നു. ഓഷോയുടെ പ്രഭാഷണങ്ങളാണ് പിന്നീട് ബുക്കുകളായി പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി അടക്കം അങ്ങനെ എഴുതപ്പെട്ടവയാണ്. 60ഓളം ഭാഷകളിലാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചാൽ ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് അത്ഭുതം തോന്നും. അതേ വാചകത്തിൽ നിന്ന് തന്നെയാണ് ഈ ഡോക്യുമെൻ്ററിയും തുടങ്ങുന്നത്. സെക്സ് ഗുരു, കൾട്ട് നേതാവ്, സ്വയം നിയുക്തനായ ഭഗവാൻ, സമ്പന്നൻ്റെ ഗുരു, റോൾസ് റോയ്സ് ഗുരു എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ടായിരുന്നു ഓഷോയ്ക്ക്. എങ്ങനെയാണ് താങ്കൾക്ക് റോൾസ് റോയ്സ് കാറുകളോട് മടുപ്പുണ്ടായത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് 90 റോൾസ് റോയ്സ് കാറുകൾ അനുയായികൾ നൽകിയിട്ടുണ്ടെന്നും അവർ 365 നൽകാനുള്ള ശ്രമമാണ് എന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഒരാളുടെ ഭൗതിക ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ധ്യാനമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലെന്നും ധ്യാനം ആനന്ദമൂർച്ചയിലേക്ക് നയിക്കുമെന്നും ഓഷോ വിശ്വസിച്ചിരുന്നു. പുണ്യവാളനായിത്തീരാൻ ഒരാൾ ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നില്ലെന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുക എന്നത് സ്വയം പീഡിപ്പിക്കലാണ്, മതപരമായി ജീവിക്കുക എന്നത് ലോകത്തെ ദൈവത്തിൻ്റെ വരദാനമായി അനുഭവിക്കലാണെന്നുമായിരുന്നു ഓഷോയുടെ അഭിപ്രായം. ലൈംഗികതയിലൂടെ ആത്മീയതയുടെ പരമപദപ്രാപ്തിയിലേക്ക് എത്തിച്ചേരും എന്ന സങ്കല്പത്തിൻ്റെ വക്താവായിരുന്നു ഓഷോ. അത് അദ്ദേഹത്തിന് സെക്സ് ഗുരു എന്ന വിശേഷണം വരുത്താനിടയായി. ഞാൻ 100 കണക്കിന് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്നാൽ എൻ്റെ സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്ന കൃതിയാണ് എല്ലാവരും വായിക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് എന്ന് പിന്നീട് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. 1981 അദ്ദേഹം അമേരിക്കയിലേക്ക് തൻ്റെ ആശ്രമം മാറ്റുന്നത്. $60 കോടി മുടക്കിയാണ് 64,000 ഏക്കർ സ്ഥലം ഒറിഗോൺ എന്ന സ്ഥലത്ത് ഓഷോയുടെ അനുയായികൾ വാങ്ങുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന മാ ആനന്ദ് ഷീലയാണ്. ആ സ്ഥലത്ത് അവർ എയർ സ്ട്രിപ്പ്, 10,000 പേർക്കുള്ള മെഡിറ്റേഷൻ ഹാൾ, വീടുകൾ, ഡാം എന്നിവ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തു. ഒരു കമ്മ്യൂൺ ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ റിട്ടയേർഡ് ലൈഫ് ആസ്വദിക്കാനായി അവിടെ താമസിച്ചിരുന്ന തദ്ദേശീയർക്ക് രജനീഷ് ഫോളോവേഴ്സ് എത്തിയതോടുകൂടി അവരുടെ സ്വൈര ജീവിതം ഇല്ലാതായി എന്ന് അഭിപ്രായപ്പെട്ടു. പ്രദേശവാസികൾ നിരന്തരമായി ആശ്രമത്തിനെതിരെ നിയമ പോരാട്ടങ്ങൾ നടത്തി. ഒറിഗണിലെ നിലനിൽപ്പിനു വേണ്ടി പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ഷീലയും അനുയായികളും ചെയ്ത പ്രവൃത്തികൾ കാരണം ഷീല അറസ്റ്റ് ചെയ്യപ്പെടുകയും കുടിയേറ്റ നിയമ ലംഘനങ്ങൾ ആരോപിക്കപ്പെട്ട് ഓഷോ രാജ്യം വിടേണ്ടി വരികയും ചെയ്തു. ഈ വിവാദ വർഷങ്ങൾ ആശ്രമത്തിലുണ്ടായ സംഭവങ്ങളാണ് ഈ ഡോക്യുമെൻ്ററിക്ക് ആധാരം. തിരികെ ഇന്ത്യയിലെത്തിയ ഓഷോ 1990 മരണപ്പെട്ടു. ഓഷോയുടെ ഫിലോസഫിയോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. എന്നാൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അവ നിങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കും എന്നുറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ആകൃഷ്ടരായി ഇപ്പോഴും 10,000 അദ്ദേഹത്തിൻ്റെ ആശ്രമം സന്ദർശിക്കുന്നു. മോഹൻലാലിനെ പോലെ പ്രസിദ്ധരായ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഓഷോ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. ഡിസംബർ 31, 1931 ജനുവരി 19, 1990 ഇടയ്ക്ക് ഈ ലോകം സന്ദർശിക്കുക മാത്രം ചെയ്തു.